ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ വേദ അനിയൻകുട്ടനെ കൂട്ടിയിട്ട് ഏതോ വഴിക്ക് ഓടാ കേട്ടോ. അനിയൻകുട്ടൻ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ഓടാനും പറ്റുന്നില്ല. അപ്പോഴേക്ക് വിക്രം വരും. എന്നിട്ട് അനിയൻകുട്ടനെ എടുത്ത് അവർ മൂന്ന് പേരും അവിടെ നിന്ന് പോവാ കേട്ടോ. നേരെ അച്ചായൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അച്ചായ, മേരി ചേച്ചി എന്ന് വിക്രവും വേദയും മാറി മാറി വിളിക്കും. രാത്രിയല്ലല്ലോ, പുലർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് അവർ ഞെട്ടി എണീക്കും. വേദയുടെ ശബ്ദമല്ലേ അത്, നോക്കട്ടെ എന്ന് പറഞ്ഞ അച്ചായനെ എഴുന്നേൽക്കുക. എന്താ കൊച്ചേ, എന്താ പറ്റിയത്? അവരാകെ പേടിച്ചൊന്നും പറയാൻ പറ്റാതെ നിൽക്കും. അത് മനസ്സിലാവുമ്പോൾ അവർ പറയും, ആദ്യം ഉള്ളിലോട്ട് വാ എന്ന് പറഞ്ഞ അകത്ത് കയറി വേഗം ഡോറ് ക്ലോസ് ചെയ്യണേ. എന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എന്താ എന്താ നിങ്ങൾ പിന്നിലൂടെ വന്നത്? വിക്രം വേദം കെതച്ചുകൊണ്ട് പറയും, മുന്നിലൂടെ വന്നാൽ ചിലപ്പോൾ പിടിക്കപ്പെട്ട് എന്നിരിക്കും. അച്ഛൻ ചോദിക്കും, ആരെ പിടിക്കാൻ? വിക്രം പറയും, ആരിൽ നിന്നാണോ ഞങ്ങൾ ഇത്രയും നാൾ ഓടിപ്പോന്നത് അവരിൽ നിന്ന് തന്നെ. വിക്രം പറയും, ഞാൻ വിശദമായിട്ട് പറയാം. അങ്ങനെ കാര്യങ്ങളെല്ലാം ഇച്ചായനോട് പറയാട്ടോ. മേരിക്കുട്ടി അപ്പോഴേക്കും ചായ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ എന്ന് ഇച്ചായൻ പറയുന്നുണ്ട്. ശേഷം പിന്നീട് വിക്രമിനെയും വേദയെയും അവർ തോട്ടത്തിൽ അന്വേഷിക്കണേ. ചന്ദ്രശേഖരൻ പറയും, നിങ്ങളെപ്പോലെ ഇത്രയും പോങ്ങന്മാരുണ്ടായിട്ടും അവൻ പുഷ്പം പോലെ രക്ഷപ്പെട്ടില്ലേ? അപ്പോൾ അവർ പറയും, അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും തെരച്ചിൽ തുടങ്ങുകയാണ് അവിടെ. ഈ സമയം വേറൊരാൾ പറയും, തോട്ടത്തിനുള്ളിൽ അവരധിക സമയം ഉണ്ടാവില്ല, നമ്മൾ തെരഞ്ഞു പിടിക്കുന്ന അവർക്കറിയാം. ചന്ദ്രശേഖരൻ ചോദിക്കും, പിന്നെ എവിടെ പോയി? മൈക്കിളച്ചനാ അവരുടെ ലോക്കൽ ഗാർഡിയൻ. നമ്മളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അവർക്ക് ആ പള്ളിമേടയിൽ കയറാന്നുള്ളത്. അവരാ പള്ളിമേടയിൽ ഉണ്ടാകും. ശ്രീകാന്ത് പറയും, എന്നാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞ് ചാടി പുറപ്പെടുമ്പോഴേക്കും ചന്ദ്രശേഖരൻ പിടിച്ചു വെക്കും. എടാ പൊട്ടാ, അങ്ങ് കയറി ചെല്ലെന്നാലേ. പള്ളിക്കകത്ത് നമ്മൾ കയറി പ്രശ്നം ഉണ്ടാക്കി അത് വിഷയാക്കും അവര്. പള്ളിമണി അടിച്ച് ആളെ കൂട്ടിയാ പിന്നെ എന്തുണ്ടാവും അറിയാം. കയ്യോടെ അകത്താ. അവരുടെ കൂടെ ആ അനിയൻകുട്ടനുണ്ട്. അനിയൻകുട്ടൻ പുളിക്കലിന്റെ മരണത്തിന് സാക്ഷിയാണ്. പണ്ടേ ഇല്ലാതാക്കണായിരുന്നോ? ചന്ദ്രശേഖരൻ പറയും, പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലല്ലോ. പിന്നെ എന്താ ചെയ്യേണ്ടത്? ചന്ദ്രശേഖരൻ പറയും, ആദ്യം അവര് പള്ളിക്കകത്തുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം, എന്നിട്ട് ബാക്കി ചെയ്യാം. അപ്പൊ അവരിങ്ങനെ അതിനുള്ള വഴി നോക്കാട്ടോ. അങ്ങനെ ശേഷം പിന്നീട് നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചം വന്നു. അപ്പോഴേക്ക് വിക്രം ഇച്ചായന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയും. ഇത് കേൾക്കുന്ന ഇച്ചായൻ പറയും, ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണോ മക്കളെ നിങ്ങൾ ഇവിടെ എത്തിയത്? മേരി ചേച്ചി പറയും, കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇച്ചായൻ പറയും, മൈക്കിൾ അച്ഛനൊരു വഴി പറയാതിരിക്കില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം. നിങ്ങൾ ഇവിടെയുള്ള കാര്യം മറ്റാരും അറിയണ്ട. വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോകാം. അപ്പൊ വിക്രം പറയും, ജോബി അവരുടെ കൂടെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നൊരു സംശയം തോന്നിയാ. ഇച്ചായൻ പറയും, അതുകൊണ്ടല്ലേ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോവാന്ന് പറഞ്ഞത്. പുറത്ത് എന്ത് ബഹളം ഉണ്ടായാലും ആര് വിളിച്ചാലും കഥവ് തുറക്കണ്ട. ഞാൻ അച്ഛനോട് പറഞ്ഞേ പോലീസിനെ വിളിച്ചു വരാം. അങ്ങനെ പോലീസ് സംരക്ഷണയോടെ നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി. നാട്ടിലെത്തിയ പിന്നെ പ്രശ്നം തീർന്നല്ലോ. വിക്രം മൂളും. ആ എങ്കിൽ പിന്നെ നിങ്ങൾ ആ റൂമിലേക്ക് ചെല്ലേ, ഞങ്ങൾ ഇറങ്ങാം. അങ്ങനെ അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങണേ. എന്നിട്ട് ജീപ്പിൽ കയറി പോകും. അനിയൻകുട്ടൻ വിക്രം എന്ന് വിളിച്ച് പൊട്ടിക്കരയണേ. വിക്രം ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കണേ. കരച്ചിൽ കണ്ടിട്ട് വേദയ്ക്ക് സഹിക്കുന്നില്ല. ശേഷം പിന്നീട് കാണിക്കുന്നത് ആ കടയിലാട്ടോ. അവിടെ ജോബി ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയും കൊണ്ടുവന്നിരിക്കണേ. ഹോട്ടൽക്കാരനെ ചായയൊക്കെ കൊടുക്കും. ഇതേതാ ജോബി സാറേ പുതിയ ആൾക്കാരെ? ആ അതൊക്കെ ഉണ്ട്, നാട്ടിൽ നിന്ന് വന്നതാ, ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കാണാനേ. അപ്പോൾ ജോബിയോട് പറയും, ഇപ്പൊ തോട്ടത്തിലെ പണിയില്ലാത്തതുകൊണ്ട് കുറേ സമയം ഉണ്ടാവല്ലേ. അപ്പോഴായിരിക്കും ഈ ചായൻ്റെ പരോപകാരിയുടെ ജീപ്പ് അങ്ങോട്ട് പോണത്. ഇത് കാണുന്ന ഹോട്ടലുകാരന് പറയും, ഇതെന്തു പറ്റി? സാധാരണ പള്ളിയിൽ പോകുമ്പോൾ ഇവിടെ നിർത്തി ഒരു ചായ കുടിക്കുന്ന പതിവുണ്ടല്ലോ. ഇത് ശ്രദ്ധിക്കുന്ന ജോബി പറയും, വേഗം ചായ കുടിക്കേ, തപ്പാൻ ഒരു സ്ഥലം കൂടെ ഉണ്ട്. ഇര ഒളിച്ചിരിക്കുന്ന മാല ഏതാന്ന് ഇപ്പം മനസ്സിലായി എനിക്ക്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ ജോബി ഇവരെയും ഗുണ്ടകളെയും കൂട്ടിയിട്ട് 2 വണ്ടിയില് പരോപകാരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇവരെത്തി നോക്കുമ്പോ ഡോർ അടച്ചിരിക്കുകയാണല്ലോ സാറേ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയും, അകത്താളില്ലെന്നേ, പുറത്തുള്ളവരെ അറിയിക്കാനുള്ള ആദ്യ ബുദ്ധി വാതിൽ തല്ലി പൊളിക്കാൻ നോക്കടാ. അങ്ങനെ അവരെ വാതിൽ ഇങ്ങനെ ഇടിക്കുന്ന ഈ ശബ്ദം വേദയും വിക്രവും അനിയൻകുട്ടനും കേൾക്കുന്നുണ്ട്. അവരാകെ പേടിക്കുക. എടാ വിക്രം, നിന്റെ ഓട്ടം കഴിഞ്ഞടാ എന്ന് ചന്ദ്രശേഖരനും ശ്രീകാന്തും വിളിച്ചു പറയാൻ. നിന്റെ അവസാന യാത്രയ്ക്കുള്ള വണ്ടിയായിട്ടാ ഞാൻ വന്നത്, വാതിൽ തുറക്കടാ. വിക്രവും വേദയും ആകെ പേടിക്കുന്നുണ്ട്. അനിയൻകുട്ടനും. അങ്ങനെ അവരെ കല്ലൊക്കെ വെച്ച് ആ ഡോറിന്റെ കീ തല്ലി പൊളിക്കാൻ നോക്കുക. വിക്രം പറയും, വേദ ശബ്ദം ഉണ്ടാക്കാതെ വാ. അങ്ങനെ ഇവരെ പതിയെ പുറത്തേക്ക് ഇറങ്ങാട്ടോ ബാക്കിലൂടെ. അങ്ങനെ ഡോർ തുറന്ന് വിക്രം ഇറങ്ങുമ്പോഴേക്കും ഇവര് മുൻവാതിൽ തുറന്ന് അകത്തേക്ക് കയറും. എന്നിട്ട് ഇവരെ പിടിക്കണേ. വാടി ഇങ്ങോട്ടേ, മോള് വന്നില്ലെങ്കിൽ ചേട്ടനെ നിർബന്ധിച്ചു കൊണ്ടുപോയല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് വേദയുടെ കൈയും ചന്ദ്രശേഖരൻ വിക്രമിനെയും ആ ഗുണ്ട അനിയൻകുട്ടനെയും എടുത്തുകൊണ്ട് പോവാണ് അവിടുന്ന്. വിക്രം ഓടാതിരിക്കാൻ വേണ്ടി ചന്ദ്രശേഖരൻ ഒരു തോക്ക് വെച്ച് വിക്രമിന്റെ തലയിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നുള്ള നിലയിൽ. അതുകൊണ്ട് വിക്രമിന് പെട്ടെന്നൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ അവരെ അവിടുന്ന് കൊണ്ടുപോവാണേ. അത് കഴിയുമ്പോഴായിരിക്കും പരോപകാരി അച്ഛനെയും കൂട്ടി വരുന്നത്. അവര് വരുമ്പോ ഡോർ തുറന്നു കിടക്കുക. അയ്യോ, പൂട്ടിയിട്ട് പോയ വീടാണല്ലോ. ചതിച്ചോ ചായ?
അങ്ങനെ അവര് അകത്തൊക്കെ കയറി വിക്രം വേദ എന്നിങ്ങനെ വിളിച്ച് അന്വേഷിക്കാണ്. എന്താ ഗീവർഗീസേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഇച്ചാൻ പറയും അവരെ കാണുന്നില്ല അച്ഛാ, ആരോ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ അച്ഛനങ്ങ് പേടിക്കും, കർത്താവെ ചതിച്ചോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയും വേദയെയും അനിയൻകുട്ടനെയും ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു മരത്തിന്റെ മുകളില് 3 പേരെയും കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ഗുണ്ടകളൊക്കെ ചുറ്റിലും നിൽപ്പുണ്ട്, ആ ജോബിയുണ്ട്. അങ്ങനെ ഇവർക്കാണെങ്കിൽ എങ്ങനെയും ആ കെട്ടഴിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ശ്രീകാന്തും ചന്ദ്രശേഖരനും മറ്റൊരു കാറിൽ വന്നിറങ്ങാം. ശ്രീകാന്തിന്റെ കയ്യില് എന്തൊക്കെയോ പേപ്പർ ഉണ്ട്. വേദയുടെ അടുത്ത് വന്നിങ്ങനെ നോക്കുമ്പോ വേദ മുഖം തിരിക്കുകയാണ്. ശ്രീകാന്ത് പറയും ഭാര്യയും ഭർത്താവും കൂടെ ഞങ്ങളെ കൊടുക്കാനുള്ള പദ്ധതി ആലോചിക്കായിരുന്നല്ലേ, അതിനാണ് നീ ഇവനെയും കുട്ടി ഇങ്ങോട്ട് മല കയറിയതല്ലേ. ചന്ദ്രശേഖരൻ പറയും ഇവന് തലയ്ക്ക് വെളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ തന്തയുടെ മുന്നിൽ കൊണ്ടുപോയി മൊഴി നൽകി ഞങ്ങളെ അങ്ങ് ഒലത്തിക്കളയാന്ന് കരുതിയൊടി. ശ്രീകാന്ത് ചിരിക്കുമ്പോ വേദ പറയും പറയുന്നത് നിങ്ങളുടെ കൂടെ അച്ഛനെ കുറിച്ചാണ്, എന്നിട്ടും കേട്ട് നിൽക്കുന്നുണ്ടല്ലോ. ശ്രീകാന്ത് പറയും ആ അച്ഛനും അങ്ങേരുടെ അച്ഛനും കൂടിയാ എനിക്കിട്ട് പണിതത്, ഇനി ഞാൻ അവരെ പൂജിക്കണം. വേദ പറയും ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം, അതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. അപ്പൊ ശ്രീകാന്ത് വേദയുടെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും പൊന്നു മോളെ, അന്ത്യ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോഴും നിന്റെ ഉഷിരിന് ഒരു കുറവുമില്ല അല്ലേടി എന്ന് പറഞ്ഞ് വേദയുടെ കവിളിൽ അങ്ങ് അമർത്തി പിടിക്കുക. വിടണവളെ എന്ന് വിക്രം ഇങ്ങനെ ഉച്ചത്തിൽ പറയുമ്പോ മിണ്ടാതെ നിക്കടാ എന്ന് പറഞ്ഞ ചന്ദ്രശേഖരൻ വിക്രമിനെ അടിക്കുകയാണ്. വിക്രം എന്ന് വിളിക്കുമ്പോ വേദയോട് ശ്രീകാന്ത് വയ്ക്കും എന്താടി അവനെ തല്ലിയപ്പോ നിനക്ക് വേദനിച്ചോ, എന്നാ ആ വേദന പോരല്ലോ, അടിക്കടാ എന്ന് പറയുമ്പോ ഗുണ്ടകളെ കൈകൊണ്ടും വടികൊണ്ടൊക്കെ വിക്രമിനെ ഇങ്ങനെ തലങ്ങും വിലങ്ങും തല്ലുക. വേദ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വേണ്ട വിക്രമിനൊന്നും ചെയ്യണ്ട, നിർത്താൻ പറയടോ, നിർത്താൻ പറയേ. വിക്രം എന്ന് വിളിച്ച് വേദ കരയുന്നുണ്ട്. വിക്രം പറയും ഉഷിരുണ്ടെങ്കിൽ കെട്ടഴിച്ചു തല്ലടാ. അപ്പോഴും അതൊന്നും ആരും മൈൻഡ് ചെയ്യാതെ അവരിങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോ ശ്രീകാന്ത് പറയും നിർത്തിക്കോ മതി. ചന്ദ്രശേഖരൻ പറയും അവനെ തല്ലിയാൽ അവൾക്ക് അത്രയ്ക്ക് വേദനിക്കുമെങ്കിൽ അവനെ വിട്ടേക്ക് അല്ലെ ശ്രീകാന്തേ, പകരം അവളോട് ഈ പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറ, വെറുതെ എന്തിനാ നമ്മുടെ സമയം കളയുന്നത്, എന്നാ ഒപ്പിടെ എന്ന് പറഞ്ഞ് പേപ്പറും പേനയൊക്കെ വേദയ്ക്ക് കൊടുക്കുമ്പോ വിക്രം പറയും വേദ അരുത് ഒപ്പിടരുത്. ചന്ദ്രശേഖരൻ പറയും വായടക്കടാ. ശ്രീകാന്ത് പറയും ഇതിൽ നിന്റെ ഒരു വിരലടയാളം വെച്ചാലും മതി, അതിനെ നിന്റെ സമ്മതം പോലും എനിക്ക് വേണ്ട. മുത്തശ്ശന്റെ ബില്ലിൽ എല്ലാം നിനക്കാ, അതിനുശേഷം നിനക്കുണ്ടാവുന്ന കുഞ്ഞിനും, ആ കുഞ്ഞുണ്ടാവുന്നത് ഇവനിൽ നിന്നാണെങ്കിൽ പിന്നെ എല്ലാം ഇവനും ഇവന്റെ കുടുംബത്തിനും. എവിടുന്നോ കയറി വന്ന് താലി കെട്ടിയിരുത്തേണ്ടി തറവാടടക്കം കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കണോ ഞാൻ. അതുകൊണ്ട് നീ ഇതിലാദ്യം ഒരു വിരലടയാളം വെക്കേ, എന്നിട്ട് പിന്നെ ബാക്കി തീരുമാനിക്കും അല്ലേ അച്ഛാ എന്നിങ്ങനെ ചന്ദ്രശേഖരനോട് പറയുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത പ്രമോയിലെ ചന്ദ്രശേഖരന്റെ ക്രൂരതകളാട്ടോ. അനിയൻകുട്ടനെ ചന്ദ്രശേഖരൻ വെടിവെക്കുന്ന ഭാഗമൊക്കെ ഉണ്ട്. അനിയൻകുട്ടന് എന്തെങ്കിലും സംഭവിക്കുന്നൊന്നും അറിയില്ല, വെടിവെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റിവ്യൂ ഇങ്ങനെയൊക്കെയാണുള്ളത്. പ്രമോ റിവ്യൂ ആയിട്ട് ഉടൻ വരാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്